യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 6 വാക്യം 68 നാം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. യേശുവിൻ്റെ ശിഷ്യപ്രമുഖനായ പത്രോസിൻ്റെ വാക്കുകളാണിവ. പശ്ചാത്തലം ഇതാണ്: ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് അസന്നിഗ്ധമായി യേശു പഠിപ്പിച്ചപ്പോൾ ഇതാർക്ക് ഗ്രഹിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഗുരുവിനെ വിട്ടുപോയി അനേകം ശിഷ്യർ. ശേഷിച്ച 12 പേരോട് യേശു ചോദിച്ചു: നിങ്ങളും പോകുന്നില്ലേ? നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. തൻ്റെ പഠനത്തെ വെള്ളം ചേർത്ത് ലഘൂകരിക്കാൻ, മയപ്പെടുത്താൻ യേശു തയ്യാറായില്ല. ശിഷ്യരുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഇടുകയാണ് ചെയ്തത്: നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. അപ്പോഴാണ് പത്രോസിൻ്റെ ആ പ്രസിദ്ധമായ വാക്കുകൾ: ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. യേശുവിനെ മനസ്സിലാക്കണമെങ്കിൽ എളിമയോടുകൂടെ, തുറന്ന ഹൃദയത്തോടെ യേശുവിൻ്റെ പക്കലേക്ക് ചെല്ലണം.